വരാനിരിക്കുന്ന PSC പരീക്ഷകളിലേക്കുള്ള കറണ്ട് അഫേഴ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം. പോണി കുതിരകളുടെ വംശനാശം തടയാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഏത് കുതിരകളുടെയാണ്? പോണി കുതിരകളുടെ. പോണി കുതിരകൾ എന്ന് പറയുമ്പോൾ അത് സാധാരണ കുതിരകളെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ കുതിരകളാണ് ഈ പോണി കുതിരകൾ. ഇവയ്ക്ക് ഭയങ്കര കരുത്തുറ്റ ശരീരവും ചെറിയ തലയും അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളാണുള്ളത്. അത് വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ പോണി കുതിരകളുടെ വംശനാശം തടയാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. മണിപ്പൂരാണ് പോണി കുതിരകളുടെ വംശനാശം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം. ഏതാണ്? മണിപ്പൂരാണ്. കുഷ്ഠരോഗത്തെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രാജ്യമേതാണ്? ഏതാണ്? ജോർദാനാണ് കുഷ്ഠരോഗത്തെ പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ജോർദാനാണ്. ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ വിനോദസഞ്ചാരിയാണ്. ശ്രദ്ധിക്കുക, ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ഗോപി തോട്ടക്കുരയാണ് കേട്ടോ. ഗോപി തോട്ടക്കുരയാണ് ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ബ്രിട്ടനിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ് അടുത്ത ചോദ്യം. ബ്രിട്ടനിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? MAL. MAL രക്തഗ്രൂപ്പാണ് ബ്രിട്ടനിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം ബ്ലഡ് ഗ്രൂപ്പ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ആവർത്തിക്കാം. പോണി കുതിരകളുടെ വംശനാശം തടയാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ് പോണി കുതിരകളുടെ വംശനാശം തടയാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച സംസ്ഥാനം. കുഷ്ഠരോഗത്തെ പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യമായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർദാൻ. ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഗോപി തോട്ടക്കുരയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറയുന്നത് രാകേഷ് ശർമ്മയാണ്. അത് ബഹിരാകാശ സഞ്ചാരിയാണ്. ഇവിടെ ഗോപി തോട്ടക്കുര എന്താണ്? അദ്ദേഹം ബഹിരാകാശ വിനോദസഞ്ചാരിയാണ്. അതാണ് വ്യത്യാസം. ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഗോപി തോട്ടക്കുര. രാകേഷ് ശർമ്മയാണ് ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരി. രാകേഷ് ശർമ്മയാണ്. ബ്രിട്ടനിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പാണ് MAL രക്തഗ്രൂപ്പ്. ബ്രിട്ടനിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? MAL ബ്ലഡ് ഗ്രൂപ്പാണ് ബ്രിട്ടനിലെ ഗവേഷകർ കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പ്. പലയിടത്ത് നോക്കിയപ്പോൾ ഇവിടെ ഈ ബഹിരാകാശ വിനോദസഞ്ചാരിയായിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ഗോപി തോട്ടക്കുരാന്നും കണ്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. യുനെസ്കോ 2024 മെയ്യിൽ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കൃതികൾ ഏതെല്ലാമാണെന്നാണ്. യുനെസ്കോ 2024 മെയ്യിൽ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കൃതികൾ ഏതെല്ലാമാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? രാമചരിതമാനസ്, അത് 16-ാം നൂറ്റാണ്ടിലെ ഭക്തി കവിയായിട്ടുള്ള തുളസീദാസ് രചിച്ച രാമചരിതമാനസ്. അതുപോലെ തന്നെ പഞ്ചതന്ത്രം കഥകൾ. പിന്നെ സഹൃദയലോകലോചന കാശ്മീരി പണ്ഡിതനായിട്ടുള്ള ആചാര്യ ആനന്ദവർദ്ധനൻ 9-ാം നൂറ്റാണ്ടിൽ രചിച്ച ഒരു കാവ്യശാസ്ത്ര ഗ്രന്ഥമാണ് സഹൃദയലോകലോചന എന്നുള്ളത്. അപ്പോൾ സഹൃദയലോകലോചന, പഞ്ചതന്ത്രം കഥകൾ, രാമചരിതമാനസ് ഇവയാണ് യുനെസ്കോ 2024 മെയ്യിൽ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ കൃതികൾ. അപ്പോൾ എന്താണ് ചോദ്യം? യുനെസ്കോ 2024 മെയ്യിൽ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണ്? രാമചരിതമാനസ്, പഞ്ചതന്ത്രം കഥകൾ, സഹൃദയലോകലോചന. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായ വനിത ആരാണ്? ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായ വനിത. ആരാണ്? ഹരിണി അമരസൂര്യ. ഇന്ത്യൻ വ്യോമസേന 2024 മെയ്യിൽ ആഗ്രയിൽ പരീക്ഷിച്ച ലോകത്തിലെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രിയുടെ പേരെന്താ?
ഭീഷ്മ എന്നാണ് ഇന്ത്യൻ വ്യോമസേന 2024 മെയ്യിൽ ആഗ്രയിൽ പരീക്ഷിച്ച ലോകത്തിലെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രിയാണ് ഭീഷ്മ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. യുനെസ്കോ 2024 മെയ്യിൽ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണ്? രാമചരിതമാനസ്, പഞ്ചതന്ത്രം കഥകൾ, സഹൃദയ ലോക ലോചന. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായ വനിത ആരാണ്? ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായ വനിത. ഇന്ത്യൻ വ്യോമസേന 2024 മെയ്യിൽ ആഗ്രയിൽ പരീക്ഷിച്ച ലോകത്തിലെ ആദ്യത്തെ എയർ ലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രി ഏതാണ്? ഭീഷ്മയാണ്. തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സിനിമാ താരം ആരാണ്? സിനിമാ താരം, തമിഴ് സിനിമാ താരം വിജയ് ആണ് തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സിനിമാ താരം വിജയ് ആണ്. ന്യൂഡൽഹിയിലെ രാജ്പഥിൻ്റെ പുതിയ പേരെന്താണ്? ന്യൂഡൽഹിയിലെ രാജ്പഥിൻ്റെ പുതിയ പേര് കർത്തവ്യപഥ് എന്നാണ്. എന്താണ്? കർത്തവ്യപഥ് എന്നാണ് ന്യൂഡൽഹിയിലെ രാജ്പഥിൻ്റെ പുതിയ പേര്. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് ആണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളുക. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. ഏതാണ്? ജപ്പാനാണ് ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം. അപ്പോൾ തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സിനിമാ താരം ആരാണ്? വിജയ് ആണ്. ന്യൂഡൽഹിയിലെ രാജ്പഥിൻ്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റ് ആണ് തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. ഏത് രാജ്യമാണ്? ജപ്പാനാണ് ലിഗ്നോസാറ്റ് വിക്ഷേപിച്ച രാജ്യം. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാൻ നമ്മളിവിടെ പറഞ്ഞു, ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായ വനിത ആരാണെന്ന്. ആരാ? ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായ വനിത. ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? അരുണകുമാര ദിസനായകെ. അരുണകുമാര ദിസനായകയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ്. ആരാണ്? അരുണകുമാര ദിസനായകയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ്. സൗദി അറേബ്യയിൽ നിർമ്മാണം ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രോജക്റ്റ് ഏതാണ്? ഈ ചോദ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, സൗദി അറേബ്യയിൽ നിർമ്മാണം ആരംഭിച്ചതാണ് കേട്ടോ, പൂർത്തീകരിച്ചിട്ടില്ല. നിർമ്മാണം ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രോജക്റ്റാണ് മുക്കാബ്. മുക്കാബ് എന്നുള്ളത് സൗദി അറേബ്യയിൽ നിർമ്മാണം ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രോജക്റ്റാണ് മുക്കാബ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? 2026 നടക്കാൻ പോകുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോ ആണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ ആണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. അപ്പോൾ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് അരുണകുമാര ദിസനായകയാണ്. സൗദി അറേബ്യയിൽ നിർമ്മാണം ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് പ്രോജക്റ്റാണ് മുക്കാബ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഏതാണ്? ഗ്ലാസ്ഗോ ആണ് 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. ജീവനുള്ള മനുഷ്യൻ്റെ ചർമ്മം ഉപയോഗിച്ച് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ജപ്പാനിലെ ശാസ്ത്രജ്ഞരാണ് ജീവനുള്ള മനുഷ്യൻ്റെ ചർമ്മം ഉപയോഗിച്ചുകൊണ്ട് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത്. ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ജപ്പാനിലെ സയൻറ്റിസ്റ്റുകളാണ്. ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റ് 14 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏതാണ്? എംപോക്സ് ആണ്. എംപോക്സ് എന്ന് പറയുമ്പോൾ മങ്കി പോക്സ് ആണ്. എന്ത്? ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റ് 14 ആഗോള അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ച രോഗം എംപോക്സ് ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ 2024 ജൂലൈയിൽ കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ 2024 ജൂലൈയിൽ കണ്ടെത്തിയത് ഇന്തോനേഷ്യയിലാണ്.
അപ്പോൾ ജീവനുള്ള മനുഷ്യൻ്റെ ചർമ്മം ഉപയോഗിച്ചുകൊണ്ട് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ജപ്പാനിലെ ശാസ്ത്രജ്ഞരാണ് ജീവനുള്ള മനുഷ്യൻ്റെ ചർമ്മം ഉപയോഗിച്ചുകൊണ്ട് ചിരിക്കുന്ന റോബോട്ടിനെ നിർമ്മിച്ചത്. ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റ് 14 ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ച രോഗം ഏതാണ്? എംപോക്സ് ആണ് ലോകാരോഗ്യ സംഘടന 2024 ഓഗസ്റ്റ് 14 ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ച രോഗം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ 2024 ജൂലൈയിൽ കണ്ടെത്തിയത് ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഗുഹാചിത്രങ്ങൾ 2024 ജൂലൈയിൽ കണ്ടെത്തിയത്. അമിത ജോലിഭാരം മൂലം റോബോട്ട് ആത്മഹത്യ ചെയ്തത് ഏത് രാജ്യത്താണെന്നറിയാമോ? അമിത ജോലിഭാരം കാരണം നമ്മൾ ഈ അടുത്ത വാർത്തയിലൊക്കെ കേട്ടതാണ്. അമിതമായിട്ടുള്ള ജോലിഭാരം മൂലം റോബോട്ട് ആത്മഹത്യ ചെയ്തത് ദക്ഷിണ കൊറിയയിലാണ്. ദക്ഷിണ കൊറിയയിലുള്ള ഒരു റോബോട്ടാണ് അമിതമായിട്ടുള്ള ജോലിഭാരം മൂലം എന്താണ് ആത്മഹത്യ ചെയ്തത്. കന്നുകാലികൾക്ക് മേൽ കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ് കന്നുകാലികൾക്ക് മേൽ കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം. ഏതാണ്? ഡെൻമാർക്കാണ്. നേർരേഖയിലുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏത് രാജ്യത്താണ്? നേർരേഖയിലുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത സൗദി അറേബ്യയിലാണ് കേട്ടോ. സൗദി അറേബ്യയിലാണ്. അപ്പോൾ അമിത ജോലിഭാരം മൂലം റോബോട്ട് ആത്മഹത്യ ചെയ്തത് ഏത് രാജ്യത്താണ്? ദക്ഷിണ കൊറിയയിലാണ്. കന്നുകാലികൾക്ക് മേൽ കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഡെൻമാർക്കാണ്. നേർരേഖയിലുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏത് രാജ്യത്താണ്? സൗദി അറേബ്യയിലാണ്. ലോകത്ത് ആദ്യമായിട്ട് 6G ഉപകരണങ്ങൾ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ജപ്പാനാണ് ലോകത്ത് ആദ്യമായിട്ട് 6G ഉപകരണങ്ങൾ പുറത്തിറക്കിയ രാജ്യം. നിർമ്മിത ബുദ്ധിയിൽ, അതായത് AI പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധി ആരാണ്? യുക്രൈൻ്റെ വിക്ടോറിയ ഷീ ആണ് നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധി. ആരാണ്? വിക്ടോറിയ ഷീ. മീറ്റി റൈസ് എന്നറിയപ്പെടുന്ന, ശ്രദ്ധിച്ചോളുക, മീറ്റി റൈസ് എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായ പുതിയ ഇനം അരി വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞരാണ് മീറ്റി റൈസ് എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ സമ്പന്നമായിട്ടുള്ള പുതിയ തരം അരി വികസിപ്പിച്ചെടുത്തത്. ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് 6G ഉപകരണങ്ങൾ പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ്. നിർമ്മിത ബുദ്ധിയിൽ AI പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയാണ് വിക്ടോറിയ ഷീ, യുക്രൈനിലെ വിക്ടോറിയ ഷീ. മീറ്റി റൈസ് എന്നറിയപ്പെടുന്ന പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള പുതിയ ഇനം അരി വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ്? ദക്ഷിണ കൊറിയയിലെ ശാസ്ത്രജ്ഞരാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിന്ന് കറണ്ട് അഫേഴ്സിൽ നോക്കാനുള്ളത്. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.